ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ കൊണ്ടുണ്ടാക്കുന്ന ബ്രെഡാണ് കേട്ടോ. സാധാരണ നമ്മൾ മൈദമാവ് ഉപയോഗിച്ചാണ് ബ്രെഡും അതുപോലെ തന്നെ ബണ്ണും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കടയിൽ തന്നെ കിട്ടുന്ന ബ്രെഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷുഗർ യൂസ് ചെയ്യാം. ഒരു 15 മിനിറ്റ് അടച്ച് വെച്ച ശേഷം തുറന്ന് നോക്കുമ്പോൾ അത് നല്ലതുപോലെ ഇങ്ങനെ പൊങ്ങി വന്നിരിക്കും. നമ്മൾ ഇനി ഇതിലേക്ക് മിക്സിയിൽ പൊടിച്ചെടുത്ത 2 കപ്പ് റവയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റവ നല്ലതായിട്ട് പാൽ അബ്സോർബ് ചെയ്തെടുക്കും. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിതിനൊരു 30 മിനിറ്റ് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ട് റവ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് കലക്കി വെച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലൊട്ടാത്ത പരുവം വരെ നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നിങ്ങൾക്ക് അല്പം വെള്ളം കൂടുതലായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം റവ പൊടിച്ച് ഇതിലേക്ക് ചേർത്താൽ മതിയാകും. നന്നായിട്ടിവിടെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 3 സ്പൂൺ റിഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് എത്രമാത്രം ഇത് കുഴയ്ക്കുന്നോ അത്രയും ഇത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ടേബിൾ ടോപ്പിലോ ചിലപ്പോൾ എണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്നും കൂടെ കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം നന്നായിട്ട് ഇത് കുഴയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിനെ ഒരു ബോൾ പോലെ ആക്കി ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു അല്പം എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. ഇതൊരു 2 അവേഴ്സോ ഒക്കെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇത് മാവ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ റൈസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിനി ഇതിനെ ഒന്ന് പരത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് നമ്മളൊന്ന് നീളത്തിൽ ഇതിനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ചുരുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അറ്റം അങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. ചുരുട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് അമർത്തി അതിനെ അറ്റം ഒന്ന് ഒട്ടിച്ച് വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു ഷേപ്പിൽ, ബ്രെഡിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഈ പരത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ നന്നായിട്ടൊന്ന് ഉരുട്ടി അതിൻ്റെ 2 മൂലയും ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. നമ്മളിനി ഒരു ടിന്നിനകത്ത് ഒരല്പം എണ്ണ ഗ്രീസ് ചെയ്ത ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. 10 മിനിറ്റ് നമുക്ക് ഇതിനൊന്നും കൂടെ വീർത്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിനെ ഒരു ഓവനിലേക്ക് 160 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ്സ് ആയപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിനെ ഇനി പുറത്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കണം. നല്ലതുപോലെ തണുത്ത ശേഷം നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇനി കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ബേക്കറിയിൽ കിട്ടുന്ന പോലെ തന്നെ നല്ലതുപോലെ നമുക്ക് ബണ്ണ് അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ സാധിക്കും. നമുക്ക് മൈദ ഇല്ലാതെ തന്നെ റവ ഉപയോഗിച്ചും നമുക്ക് ബ്രെഡോ ബണ്ണോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടെയാണ്. നമുക്കിത് വീട്ടിൽ ജാമോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ഉപയോഗിച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ. താങ്ക്